പഞ്ചാബി ഹൗസിൻ്റെ സെക്കൻഡ് പാർട്ടില്ലേന്നും CID മൂസയുടെ സെക്കൻഡ് പാർട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അവർ തന്നെ വേണം. അല്ലെ പുതിയൊരാൾക്കാർ വന്നാൽ അല്ലെ പുതിയൊരാൾ ഡയറക്റ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഋതത്തിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ സിനിമ വേണ്ടാന്ന് നോക്കണം. അപ്പോൾ വേണ്ടാന്ന് നോക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ജീവിതം മാർഗ്ഗം അത് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള കുറേ സിനിമകൾ വന്നപ്പോൾ ഒന്ന് അതിൻ്റെ അകത്ത് ഹ്യൂമർ ഉണ്ടെങ്കിലും ഒരു കഴമ്പില്ല. ഇപ്പോൾ ഏത് സിനിമയാണെങ്കിലും അതിൻ്റെ അകത്തൊരു കഥയുണ്ട്. ഏത് സിനിമ നമ്മൾ അഭിനയിച്ചെടുത്താലും അങ്ങനെയുള്ളൊരു കഥയുള്ള അതുകൊണ്ടാണ്. ഇപ്പോൾ രമണനെ സംബന്ധിച്ച് എക്സാമ്പിൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളൊരു ക്യാരക്ടറായിട്ട് പറയുന്നതാണ്. രമണൻ എന്ന് പറയുന്ന കഥാപാത്രം നിങ്ങൾ ആലോചിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും, ജീവിതത്തിൽ കള്ളം പറയാത്ത ഒരു ക്യാരക്ടറാണ് രമണൻ. ചിലപ്പോൾ രമണനെ വെച്ചിട്ട് സിനിമ വന്നേക്കാം, പറയാൻ പറ്റില്ല. കാരണം അനീഫിക്ക് അതിൻ്റെ നെടുന്തൂണാണ്, അനീഫിക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് അതിങ്ങനെ പങ്ങി നിൽക്കണത്. കാരണം അതിൻ്റെ പല സിറ്റുവേഷനിലും പറയുന്നുണ്ട്, രമണൻ പറയുന്നുണ്ട്. മുതലാളി ഒരിക്കൽ പറഞ്ഞതാണ്, മുതലാളി മറന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും സത്യസന്ധനാണ്. അപ്പോൾ ആ ഒരു വിധത്തിൽ ചെയ്യാനായിട്ട് അപ്പം ഞാൻ അനീഫിക്കൊന്നും ഇല്ലെങ്കിൽ സിനിമ ചെയ്യില്ല ഇയാൾ എന്നുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള അല്ലെങ്കിൽ അതുപോലെ കിടപിടിക്കുന്ന അല്ല അതിനേക്കാൾ മോശമാകാത്ത രീതിയിലുള്ള ഒരു കഥ കേട്ടിട്ടില്ല ഞാനിതുവരെ. ഒരു മാതിരി നല്ല കഥകൾ തമാശ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. പിന്നെ വന്നതെല്ലാം സീരിയസ് ആയിരുന്നു. അപ്പോൾ സീരിയസ് ചെയ്യണം, നമ്മൾ എല്ലാം ചെയ്യണമല്ലോ, തമാശക്കാരനായിട്ട് മാത്രം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആ ക്യാരക്ടറുകളിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടായത്. അപ്പോഴും എനിക്കൊരു പേടിയുണ്ട്, ഞാൻ ചെയ്താൽ നിൽക്കുമോ. ഇപ്പോൾ കടകൻ എന്ന് പറയുന്ന സിനിമ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും, ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞത് ജസ്റ്റ് ഞാൻ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞാൽ അവരൊരു ധൈര്യത്തിലാണ് ചെയ്തത്. പക്ഷെ ആ പടം ശരിക്കും ജനങ്ങളിലേക്ക് എത്തിയില്ല. അതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ പറയുന്നു, കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന്. പക്ഷെ അതിനുശേഷം കുറേ സീരിയസ് വേഷങ്ങളാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ 2 പടം ചെയ്ത്, മാർത്താണ്ഡൻ്റെ ഓട്ടംതുള്ളലും പിന്നെ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ നാദിർഷയുടെ പടം, 2 ഹ്യൂമറാണ്. അത് ഞാൻ പഴയ അശോകനായിട്ടാണ് അഭിനയിച്ചത്. മാർത്താണ്ഡൻ്റെ പടത്തിൽ ഞാൻ ആദ്യം അഭിനയിച്ചത് ഇപ്പോൾ ഈ സ്റ്റൈലിൽ, ഇപ്പോഴത്തെ എൻ്റെ പഴയ സ്റ്റൈലിൽ. അപ്പം മാർത്താണ്ഡൻ പറഞ്ഞത് എനിക്ക് പഴയ അശോകൻ ചേട്ടനെ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അഭിനയിച്ചു. അത് കേട്ടിട്ടാണ് അറിഞ്ഞിട്ടാണ് നാദിർഷ പറഞ്ഞ നാദിർഷ നമ്മുടെ പടത്തിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ടിരിക്കുകയാണ് ഞാൻ. ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും, അങ്ങനെ വന്നാൽ ചിലപ്പോൾ അതുപോലെ സിനിമകളുണ്ടാവാം. പിന്നെ കിട്ടുന്ന വേഷങ്ങൾ നല്ലതാണെങ്കിൽ ചെയ്യും. ഇപ്പോൾ നല്ല സിനിമകൾ മാത്രം നോക്കിയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ബാക്കിയുള്ള വശങ്ങളും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കാരണം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സിനിമ പിടിക്കണേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറി ചെല്ലെങ്കിൽ നല്ലപോലെ അത് ഓടിക്കണം, ബിസിനസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 2-3 കോമഡി പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 4 സീരിയസ് വേഷങ്ങളും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു വേഷം കേട്ടപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. പടത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്, നന്നായി പോകുന്നുണ്ടെന്നാണ് അറിവ്.